ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാറോ മിത്ര. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലയൺസ് ഗേറ്റ് ബോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. സോ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഈ ഒരു ലയൺസ് ഗേറ്റ് ബോട്ടിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതെന്താണെന്നുള്ള കാര്യം ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡബിൾ എഫക്റ്റോട് കൂടി വിത്തിൻ 8 monthsനുള്ളിൽ നമ്മുടെ വിഷസ് എല്ലാം ഗ്രാൻഡ് ആകാൻ പറ്റിയ ഒരു ഡേ ആണ് ഇന്ന്. നമുക്കിന്ന് എന്ത് വിഷസിന് വേണ്ടിയിട്ടും ചെയ്യാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു കാര്യം നമുക്കിപ്പം എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ എഴുതിയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. കറക്റ്റ് ഫോർമാറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹം അത് നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് വരുന്നത്. എല്ലാവരും വീഡിയോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിൽ പല മെത്തേഡ്സും പറയുന്നുണ്ട്. പക്ഷേ ഇത് എക്സാക്റ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതിയുണ്ട്. ആ രീതി നമുക്ക് ചെയ്തില്ലെങ്കിൽ ഇത് നമുക്ക് നെഗറ്റീവായിട്ട് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒരു ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം പോസിറ്റീവായിട്ട് കാര്യം നെഗറ്റീവായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിലോ. സോ നിങ്ങൾ എന്തായാലും ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റിൽ പറയാൻ പോകുന്നത് എന്താണ് ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്നാണ്. സോ ഫസ്റ്റിൽ പറയാനുള്ള ഈ 2024 ഈ 4 ഡിജിറ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ ഈ ഒരു മന്ത് ഓഗസ്റ്റ് എന്ന് പറയുന്ന മന്ത് എന്ന് പറയുന്നത് 8ാമത്തെ മന്താണ്. അതേപോലെ ഇന്നത്തെ ഡേ 8. സോ ഇതാണ് 888 പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് മന്തും ഇയറും ഡേയും ഇത് മൂന്നും 8 എന്ന ഡിജിറ്റിലാണ് വന്നിരിക്കുന്നത്. സോ ഇതാണ് 88 പോർട്ടൽ എന്ന് പറയുന്നത്. സോ ഈ 2024 കഴിഞ്ഞാൽ ഈ 88 പോർട്ടൽ ഇനി സംഭവിക്കാൻ പോകുന്നത് 2023 സോ അത്രയും ലോ ഗ്യാപ്പ് കിടക്കുകയാണ്. സോ ഇന്നത്തെ ഡേ നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഒരു വലിയ പവർ ഇന്ന് യൂണിവേഴ്സിൽ ഫോം ചെയ്യുവാണ്. സോ ഇന്നത്തെ ഡേ അതായത് ഈ ലയൺസ് ഗേറ്റ് ബോട്ടിൽ എന്ന് പറയുന്നത് സൺ ആണെങ്കിൽ ലിയോ എന്ന് പറയുന്ന സ്റ്റാറുമായിട്ട് ഒരു അലൈൻ ഫോം ചെയ്യുവാണ്. അതായത് സ്റ്റാർസ് ലൈക്ക് സൈറിസ്, അയൺ ആൻഡ് എർത്ത് ഈ മൂന്നുമായിട്ട് ഒരു അലൈൻമെൻറ്റ് ഫോം ചെയ്യുകയാണ് ലിയോ എന്ന് പറയുന്നത്. സോ ഇവിടെ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലൈൻ്റെ ഒരു ഫോർമേഷനാണ് ഉണ്ടാകുന്നത്. ഒരു അലൈൻമെൻറ്റ് ലൈൻ എന്ന രീതിയിലാണ് നമ്മുടെ സ്കൈയിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. സോ ഈ സൈറിസ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വെൽത്ത്, അബൻഡൻസ്, ഫിനാൻസ്, അതേപോലെ കരിയർ ഗ്രോത്ത്, റിലേഷൻഷിപ്പ്, സോ നിങ്ങൾ എന്ത് ലൈഫിലേക്ക് എല്ലാ രീതിയിലും ഒരു മനുഷ്യന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിബിൾ ആവുന്ന ഒരു ടൈമാണിത്. അതേപോലെ സൈറസ് എന്ന സ്റ്റാർ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ട് തരികയും ചെയ്യും. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം കൊണ്ട് തരികയും ചെയ്യും. സോ 88 പോർട്ടൽ എന്ന് പറഞ്ഞാൽ 8 ഡിജിറ്റൽ പോലും നമ്മൾ ആസ്ട്രോളജിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു നമ്പറാണ് 8 എന്ന് പറയുന്നത്. സോ ഈ ഒരു പവർഫുള്ളായിട്ടുള്ള പലരുടെയും കോമ്പിനേഷനാണ് 8 എന്ന് പറയുന്നത് ഡിജിറ്റ്. ലൈക്ക് യൂണിവേഴ്സിൻ്റെ ഏഞ്ചൽ നമ്പറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡിജിറ്റ് കാണുന്നതാണെങ്കിലും ലൈക്ക് 8 എന്ന ഡിജിറ്റ് ഭയങ്കര രീതിയിൽ മീനിങ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. സോ അതിനകത്ത് ഒരുപാട് രീതി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ എനർജീസ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈ പവർ ഉള്ള ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു 88 പോർട്ടൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ല, ലൈക്ക് ഇത് ചെയ്യുന്ന തെറ്റായി പോവും, അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ചെയ്താൽ ശരിയാവും എന്നൊക്കെ നിങ്ങൾക്ക് പേടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇന്നിത് ചെയ്യുന്നുണ്ട്. ഇന്ന് നൈറ്റ് 8 PM ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അതിനകത്ത് ആ റിച്വലിനകത്ത് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, എൻ്റെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഫ്രീ അല്ല, പെയ്ഡാണ്. ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് പെയ്ഡായിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറഞ്ഞു തരാം. സോ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ 88 പോർട്ടൽ നിങ്ങൾ ദിവസം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾ പല മെത്തേഡ്സും പല കാര്യങ്ങളും എല്ലാ ഡേയും നമ്മൾ മാനിഫെസ്റ്റേഷൻ പല മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും 88 പോർട്ടൽ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് 200% ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന. ആ ഒരു ആഗ്രഹം നടന്നു കിട്ടുന്നതായാലും ഈ ഒരു വിഷ് മാനിഫെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് വിത്തിൻ 8 monthsനുള്ളിൽ ഈ ഒരു കാര്യം സാധ്യമാവും ചെയ്യും. നിങ്ങൾ ലൈഫിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹം കൊണ്ട് നിങ്ങൾ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് രീതി ഡൗട്ട്സും കാര്യങ്ങളും കാണും. സോ അതെല്ലാം തന്നെ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഈ മെത്തേഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് അതിൻ്റേതായിട്ടുള്ള ടൈമിലും അത്
ചെയ്യുന്ന റൈറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആയാലും യൂണിവേഴ്സ് ലെറ്റ് ഗോ ചെയ്യുന്നതായാലും മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈം ആയാലും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആയാലും ഒക്കെ ഒരുപാട് ഇതുണ്ട്. സോ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഇതെല്ലാം കാർഡ് ഫോർമാറ്റിലായിരിക്കും ചെയ്യുന്നത്. സോ ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ്, നിങ്ങൾ ആരെല്ലാം ബുക്ക് ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ആയിട്ട് സ്വിച്ച് വേർഡ്സോ അഫർമേഷൻസും എല്ലാ രീതിയിലുള്ള പാക്കേജസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടും. നിങ്ങൾ ഇൻ കേസ് എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാക്കേജ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ അഫർമേഷൻസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് തരും, അല്ല ഇൻ കേസ് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ് ആണ് വേണ്ടതെന്നുള്ളത് അത് തരും. സോ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഓരോരുത്തർ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് 8 വിഷസ് ബുക്ക് ചെയ്യാൻ പറ്റും. 8 വിഷസ് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ചെയ്യുകയും ചെയ്യുന്നത്. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എൻ്റെ ഈ ഒരു കാര്യം റിച്വൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ആയിട്ട് ഈ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാം. ലൈക്ക് ഈ ഒരു കാര്യം എക്സാക്റ്റ് ആയിട്ട് ഫോർമാറ്റായിട്ട് ഞാൻ കാര്യം ചെയ്തിരിക്കും എന്നൊരു കാര്യം ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുവാണ്. മനസ്സിലായി? ലൈക്ക് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഡേ നിങ്ങൾ എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്താലും അത് പോസിബിൾ ആയിരിക്കും. എത്ര വലിയ കാര്യമായാലും നിങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമായാലും ഈ ഒരു ഡേ അത് ഉറപ്പായിട്ടും പോസിബിൾ ആയിരിക്കും എന്നുള്ളതിന് 100% അല്ല 200% നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. സോ ഞാനല്ല ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നത്, യൂണിവേഴ്സ് തന്നെയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്. ഈ ഒരു ലൈൻ ഗേറ്റ് പോർട്ടൽ എന്നതാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത് കേട്ടോ. ഈ ലൈൻ ഗേറ്റ് പോർട്ടൽ എന്ന ഡേയിൽ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് ആണ്, ലൈക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് എന്താണ് യൂണിവേഴ്സിന് തരാനുള്ളതെന്നാണ്. സോ ഞാനിവിടെ 2 കാർഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഏഞ്ചൽ കാർഡും അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ കാർഡും എടുത്തിട്ടുണ്ട്. സോ യൂണിവേഴ്സിൻ്റെ കാർഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മെസ്സേജ് ഇഫ് യു ബിലീവ്, നിങ്ങൾ ഈ ഒരു കാര്യത്തെ വിശ്വസിക്കുന്നുണ്ട്, ഈ ലൈൻ ഗേറ്റ് പോർട്ടൽ എന്ന കാര്യത്തെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് 100% ആയിട്ട് നടക്കുള്ളൂ. പോസിബിലിറ്റീസ് ആ ഒരു ചാൻസ് വളരെ പോസിബിൾ ആയിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്ന ഉറപ്പായിട്ടും നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. സോ നിങ്ങൾ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ മനഃപൂർവ്വമൊക്കെ ഞാനിത് കാര്യം നടക്കാൻ വേണ്ടി ട്രസ്റ്റ് ചെയ്യുന്നു എന്നല്ല. നിങ്ങൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരും, ഈ കാര്യം ഉറപ്പായിട്ടും നടക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന 8 വിഷസും നിങ്ങളുടെ ലൈഫിലേക്ക് ഉറപ്പായിട്ട് പോസിബിൾ ആയിരിക്കാനുള്ള ചാൻസ് ഹൈ പോസിബിലിറ്റീസ് ആണുള്ളത്. സോ സെക്കൻഡ് വൺ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു മൊമെൻറ്റിനെ ഡീപ്പായിട്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുക. മനസ്സിലായോ? അത് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് കൊടുക്കുവാനാണ്. ആ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യുന്ന സ്റ്റേജാണ്. നമ്മൾ ഈ ഒരു കാര്യം ബേൺ ചെയ്ത ആശസ് നമ്മൾ യൂണിവേഴ്സിലോട്ട് ലെറ്റ് ഗോ ചെയ്യണം. സോ ആ ഒരു പിക്ചറിൽ പോലും നമ്മൾ യൂണിവേഴ്സിനോട്ട് കൊടുത്തേക്കുക. യൂണിവേഴ്സ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. നിങ്ങളുടെ 8 വിഷസും ഗ്രാൻഡ് ചെയ്ത് യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക്, എല്ലാ കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ 8 വിഷസും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. സോ നിങ്ങളിത് ചെയ്യുക. ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത്. റിലാക്സ് ആയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡിലും എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ് സെക്കൻഡ് യൂണിവേഴ്സിൽ നിന്ന് മെത്തേഡിലൂടെ പറഞ്ഞിരിക്കുന്നത്. സോ ആ ഒരു ടൈം പോലെ നമ്മളിന്ന് ചെയ്യുന്നൊരു ഡേ 8 PM നൈറ്റാണ് ചെയ്യുന്നത്. സോ നൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ടൈം ചൂസ് ചെയ്തത്. സോ നമുക്കൊന്ന് കാർഡ് പോലും നൈറ്റ് ടൈം എന്നൊരു കാർഡാണ്. ലൈക്ക് ആ കാർഡിൽ തന്നെ ഉണ്ട് ലൈക്ക് സൺഡേ ആ ഒരു പ്രസൻസും അതേപോലെ തന്നെ സ്റ്റാർസ് അലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാർഡിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് നമുക്ക് പോലും ഇന്നത്തെ ഡേ ഒരു കാർഡ്സിൽ നിന്ന് പോലും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. ലൈക്ക് ഏഞ്ചൽസിൻ്റെ കാർഡിൽ പോലും ആ സ്റ്റാർസ് തമ്മിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് അവിടെ ഉള്ളത്. സോ 2 കാർഡിലും നിങ്ങൾ ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ നടക്കാനുള്ള ഹൈ പോസിബിലിറ്റി കൂടുതലാണെന്നുള്ള യൂണിവേഴ്സിൽ നിന്ന് ഡയറക്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങളിത് ബുക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. സോ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യാനുള്ള 100% ചാൻസസ് ഉണ്ടെന്നും അതേപോലെ ഈ കാര്യം നടക്കും എന്നതിൻ്റെ 2ൻ്റെയും സാധ്യതയാണ് ഈ 2 കാർഡ്സിൽ പോലും വന്നിരിക്കുന്നത്. ബിക്കോസ് ആ സ്റ്റാർ എന്ന കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ തന്നിരിക്കുകയാണ്. സോ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക, അതേപോലെ റിലീസ് ചെയ്യുക. ഈ ഒരു കാര്യത്തെ നിങ്ങൾ സ്റ്റേജായിട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കുക. ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കുണ്ട്, ഞാൻ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരുടെയും വീഡിയോ മറ്റു കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. പക്ഷേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് കറക്റ്റ് ഫോർമാറ്റ് ചെയ്തിരിക്കണം. തെറ്റായ രീതി ചെയ്താൽ നിങ്ങൾക്ക് തെറ്റായ രീതി നെഗറ്റീവായിട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത്. സോ കറക്റ്റ് ഫോർമാറ്റ് പോസിറ്റീവായിട്ട് രീതി തന്നെ ചെയ്യുക. സോ ഇതാണ് മെയിനായിട്ടുള്ളത്. സോ ഇതിനകത്ത് നിങ്ങൾക്കിപ്പം ഫ്രീ ആയിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് 3 അഫർമേഷൻസ് ഇതിനകത്ത് ഇപ്പോൾ തരാൻ പോകുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് 3 അഫർമേഷൻസ് ഞാൻ തരാൻ പോകുന്നത്. ഫസ്റ്റ് അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം കണക്റ്റഡ് ടു ദ അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് abundance. So first affirmation is I am connected to the unlimited source of abundance എന്നാണ് first affirmation. So second affirmation is I
വെൽക്കം അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വെൽത്ത് ഇൻ ടു മൈ ലൈഫ്. ഐ വെൽക്കം അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് വെൽത്ത് ഇൻ ടു മൈ ലൈഫ്. ഇതാണ് സെക്കൻഡ് അഫർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് അഫർമേഷൻ ഈസ് ഐ അട്രാക്ട് വെൽത്ത് ആൻഡ് സക്സസ് ഇൻ ടു മൈ ലൈഫ്. ഐ അട്രാക്ട് വെൽത്ത് ആൻഡ് സക്സസ് ഇൻ ടു മൈ ലൈഫ്. നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 അഫർമേഷൻസ് എങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു 8 PM നിങ്ങൾ പറയുക. ലൈക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് പറയും, 7 ടൈംസ് പറയാം, 21 ടൈംസ്, നിങ്ങളുടെ ഇതുപോലെ എത്ര ടൈംസ് വേണോ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഈ ഒരു 3 അഫർമേഷൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പറയണം. ഇൻ കേസ് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റെ അടുത്ത് വരാം, ബുക്ക് ചെയ്യാം. ലൈക്ക് അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ പേസ്റ്റായിട്ട് തരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് അഫർമേഷൻസും അതേപോലെ സിറ്റുവേഷൻസ്, ഈ ഒരു അഫർമേഷൻസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, വേറെ അഫർമേഷൻസ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അതൊന്നും നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ട. സോ ചെയ്യാൻ താല്പര്യം അടുത്ത് വരുമോ, കോൺടാക്റ്റ് ചെയ്യുമോ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് എൻ്റെ വരെ വാച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരുടെയും ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ സമയത്തും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും നടക്കട്ടെ. ഓക്കെ, താങ്ക് യു.